ഇപ്പോൾ ഞാൻ സ്വയം എനിക്ക് സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കലാകാരനായിപ്പോയി നമ്മളെ പൊതുജനം അറിയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു നാട് നമുക്ക് തന്നാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളാൽ കഴിയുന്ന പരമാവധി വികസനം കൊണ്ടുവരിക. ഇതാണ് എന്റെ എപ്പോഴത്തെ ഒരു ഉന്നം. അപ്പോൾ കൊല്ലത്താണ് ഇനി എന്റെ ചുമതല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലം അവിടെ ജീവിച്ച് അവിടെ പ്രവർത്തിക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് കയ്യിൽ പവർ ഉണ്ടോ ഇല്ലയോ, എന്റെ കഴിവനുസരിച്ച് ഞാൻ വികസനം ആവുന്നത്ര രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഇഞ്ചക്കൽ പോലെ തന്നെ അടുത്തൊരു പേപ്പർ ഇപ്പോൾ വെളിയിലോട്ട് വരും. അതായത് ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തിനെ കണ്ടിട്ട് മെട്രോയുടെ ഇവിടെ സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കൃത്യമായി കൊണ്ട് കൊടുത്ത് കേരള സർക്കാരിലോട്ട് എന്റെ ലെറ്ററിന്റെ ഇത് വെച്ചിട്ട് അയച്ചതും എല്ലാ രേഖകളും കിടക്കുക. അപ്പൊ ഇതേ ഇതും വെച്ച് വേണം മോഡിയുടെ ഒരു പ്രതിനിധിയായിട്ട് കൊല്ലത്തോട്ട് വരുന്നു. അപ്പൊ അതിനകത്ത് പറയാനുള്ള ഇത്രേ ഉള്ളൂ, മോദിയുടെ ഗ്യാരണ്ടി കൂടെ ഉണ്ട് കൃഷ്ണകുമാർ. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി.